സൗഹൃദമെന്ന മരുന്ന്. അമേരിക്കയുടെ സാമൂഹിക പ്രതിരോധ കഥ. 2001 സെപ്റ്റംബർ 11 ഭീകരവാദത്തിൻ്റെ ഇരുണ്ട നിഴൽ അമേരിക്കൻ ആകാശത്ത് ഒരു മിന്നൽ പിണർ പോലെ പതിച്ചു. ആ ദുരന്തത്തിന് ശേഷം അമേരിക്കൻ ഭരണാധികാരികൾ ഹൃദയങ്ങളെ ഒരു നൂലിൽ കോർത്തപ്പോൾ സാമൂഹിക സൗഹൃദം അമേരിക്കയ്ക്ക് ഒരു ഉരുക്ക് കോട്ടയായി മാറി. അതുകൊണ്ട് ഭീകരതയുടെ വിഷമുള്ള അമ്പുകൾക്ക് പിന്നീടൊരിക്കലും ആ മതിൽ തുളച്ചു കയറാൻ കഴിഞ്ഞില്ല. സാമൂഹിക സൗഹൃദം എന്നത് ഒരു കൊടുങ്കാറ്റിലും തകരാത്ത, ഒരേ വേരുകളിൽ നിന്ന് ശക്തി വലിച്ചെടുക്കുന്ന മഹാവൃക്ഷം പോലെയാണ്. അതിൻ്റെ തണലിൽ ഭയം ഒരു തീപ്പൊരി മാത്രമായി ഒടുങ്ങുന്നു. 2001 സെപ്റ്റംബർ 11 നടന്ന ആക്രമണങ്ങൾ 9/11 ആക്രമണങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് ഭീകരർ ഹൈജാക്ക് ചെയ്ത 4 യാത്രാ വിമാനങ്ങളിൽ 2 എണ്ണം ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇരട്ട ഗോപുരങ്ങളിലും 1 എണ്ണം വാഷിംഗ്ടണിലെ പെൻറ്റഗണിലും ഇടിച്ചിറക്കി. 4ാമത്തെ വിമാനം ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പെൻസിൽവാനിയയിലെ ഒരു പാടശേഖരത്തിൽ തകർന്നു വീണു. ഈ ആക്രമണങ്ങളിൽ വിമാനത്തിലുണ്ടായിരുന്നവരും കെട്ടിടത്തിലെ ജീവനക്കാരും ഉൾപ്പെടെ ഏകദേശം 3000-ഓളം മനുഷ്യർ കൊല്ലപ്പെട്ടു. ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മതഭ്രാന്തും തീവ്രവാദവും. സർക്കാരുകളോ സൈനിക ഏജൻസികളോ മാത്രം വിചാരിച്ചാൽ ഈ ഭീഷണിയെ ഇല്ലാതാക്കാൻ കഴിയില്ല. ശക്തമായ തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങളിൽ സുരക്ഷാ ഏജൻസികളുടെ കണ്ണും കാതും ആയി പൊതുസമൂഹം പ്രവർത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം അമേരിക്കൻ മാതൃകയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാം. ഭിന്നിച്ച് നിന്നാൽ ശാന്തമായ കാറ്റ് പോലും നമ്മെ തകർക്കുമെന്നൊരു ചൊല്ലുണ്ട്. 9/11 അമേരിക്കൻ ജനതയ്ക്ക് നേരെ ആഞ്ഞു വീശിയത് ഭീകരതയുടെ ഒരു വലിയ കൊടുങ്കാറ്റായിരുന്നു. ആ ദുരന്തം അമേരിക്കൻ ജനതയെ ഞെട്ടിച്ചു. പക്ഷേ അവർ ആ കൊടുങ്കാറ്റിനെ പ്രതിരോധിച്ചത് അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ലളിതമായ തത്വത്തിലൂടെയാണ്. എങ്ങനെയാണ് അമേരിക്ക സാമൂഹിക സൗഹൃദം ഉപയോഗിച്ച് തീവ്രവാദത്തെ തോൽപ്പിച്ചത്? മതഭ്രാന്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ലക്ഷ്യം ജനങ്ങളെ കൊലപ്പെടുത്തുക എന്നതിലുപരി അവരുടെ മനസ്സിൽ ഭയം വിതയ്ക്കുക എന്നതുകൂടിയാണ്. ആക്രമണം നടത്തിയത് അൽ-ഖ്വയ്ദ തീവ്രവാദികളായതിനാൽ മുസ്ലിം സമൂഹത്തോട് ആക്രമണത്തിന് ശേഷം അമേരിക്കൻ ജനതയ്ക്ക് അകൽച്ചയും ദേഷ്യവും സംശയവും ഉണ്ടായി. ഈ അകൽച്ചയുണ്ടാക്കലാണ് മതഭ്രാന്തിൻ്റെ പ്രധാന ലക്ഷ്യവും. എന്നാൽ ഉടൻ തന്നെ പ്രസിഡന്റ് ജോർജ് ബുഷ് തൻ്റെ ജനതയ്ക്ക് ഒരു സന്ദേശം നൽകി. നമ്മുടെ യുദ്ധം തീവ്രവാദികൾക്കെതിരെയാണ്, അല്ലാതെ ഒരു മതത്തിനെതിരെയുമല്ല. ഇത് സമൂഹത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് തടഞ്ഞു. അധികാരികൾ എല്ലാ ജനവിഭാഗങ്ങളോടും സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ സുരക്ഷയ്ക്കായി എല്ലാവരും സഹകരിക്കണം. പോലീസ് ഓഫീസർമാർ പള്ളികളിലും മറ്റ് കമ്മ്യൂണിറ്റി കേന്ദ്രങ്ങളിലും ചെന്ന് സൗഹൃദം സ്ഥാപിച്ചു. തീവ്രവാദപരമായ ആശയങ്ങളിലേക്ക് വഴുതിപ്പോകാൻ സാധ്യതയുള്ള വ്യക്തികളെ തിരിച്ചറിയാനും അവർക്ക് സാമൂഹികവും മാനസികവുമായ പിന്തുണ നൽകാനും പ്രാദേശിക നേതാക്കളുടെയും പള്ളികളുടെയും മറ്റ് മതസ്ഥാപനങ്ങളുടെയും സഹായത്തോടെ എല്ലാ ജനവിഭാഗങ്ങളോടും ഒരുപോലെ സഹകരിച്ച് പ്രവർത്തിക്കുകയും ഭീകരവാദം ഏതെങ്കിലും മതത്തിൻ്റെ പേരിലല്ല എന്ന് ഉറപ്പുവരുത്തുകയും അതിലൂടെ ജനങ്ങളിൽ വിശ്വാസം വളർത്തുകയും ചെയ്തു. സാമൂഹിക സൗഹൃദം ഊട്ടിയുറപ്പിച്ചതിലൂടെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സൗഹൃദവും വിശ്വാസവും വളർന്നു. അതോടെ തീവ്രവാദപരമായ ഉള്ളടക്കങ്ങൾ, ഭീഷണികൾ, വിദ്വേഷ പ്രചാരണങ്ങൾ ഇവ പൊതുജനങ്ങൾ ഒന്നടങ്കം അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തു. അതിലൂടെ തീവ്രവാദപരമായ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുള്ള യുവാക്കൾക്ക് ശരിയായ കൗൺസിലിംഗ് നൽകാൻ കഴിഞ്ഞു. വിശ്വാസം ശക്തമായ സമൂഹത്തിൽ അയൽക്കാരോ സുഹൃത്തുക്കളോ സംശയാസ്പദമായി പെരുമാറുകയോ തീവ്രവാദപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ വ്യക്തിപരമായ ബന്ധങ്ങൾ മാനിക്കാതെ ഒന്നടങ്കം അധികാരികളെ അറിയിക്കും. കാരണം സുരക്ഷാ ഏജൻസികൾ അവർക്ക് ശത്രുവല്ല, മിത്രമാണ്. തീവ്രവാദ പ്രതിരോധത്തിൽ പൊതുസമൂഹത്തിൻ്റെ പങ്ക് സഹായം നൽകുന്ന ആൾ എന്നതിലുപരി പ്രതിരോധത്തിൻ്റെ പ്രാഥമിക ഘടകമെന്നതാണ്. സുരക്ഷാ ഏജൻസികളും പൊതുജനങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസവും സജീവ സഹകരണവുമാണ് ഒരു രാജ്യത്തെ തീവ്രവാദ ഭീഷണികളിൽ നിന്ന് സുരക്ഷിതമാക്കുന്ന വലിയ ശക്തി. ഈ സഹകരണം ശക്തമാക്കുന്നതിലൂടെ തീവ്രവാദത്തിൻ്റെ വേരുകൾ നമുക്ക് അറുത്തുമാറ്റാം. പ്രിയപ്പെട്ടവരെ, ചങ്ങലയിലെ സ്നേഹബന്ധമാണ് തീവ്രവാദികളുടെ പിടിമുറുക്കാനുള്ള ശ്രമങ്ങളെ തകർത്തെറിഞ്ഞ യഥാർത്ഥ ഇരുമ്പ് ശക്തി എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. 9/11 മുറിവുകൾ കരിഞ്ഞപ്പോൾ അമേരിക്കൻ സമൂഹം കെട്ടിപ്പടുത്ത വിശ്വാസമെന്ന പശ ഉപയോഗിച്ച് തകർന്ന കണ്ണികളെ കൂട്ടിച്ചേർത്തു. സ്വാമി വിവേകാനന്ദൻ്റെ സാഹോദര്യ ദർശനത്തിലൂന്നി ഭയത്തിൻ്റെ മതിൽക്കെട്ടുകൾക്ക് പകരം സൗഹൃദത്തിൻ്റെ പാലങ്ങൾ നിർമ്മിച്ചതിലൂടെ തീവ്രവാദികളുടെ വിഷവിത്തുകൾക്ക് വളരാനുള്ള ഒറ്റപ്പെടലിൻ്റെ മരുപ്പച്ച എന്നേക്കുമായി ഇല്ലാതായി. ഈ ആഴത്തിലുള്ള സാമൂഹിക ഐക്യത്തിൻ്റെ നിശബ്ദമായ വിജയം എത്ര വലുതാണ്! അതിനുശേഷം ഒരു ഭീകരാക്രമണം അമേരിക്കൻ മണ്ണിൽ നടത്താൻ ഭീകരശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല. സംശയത്തെ വിശ്വാസം കൊണ്ട് നേരിട്ടപ്പോൾ അമേരിക്കയുടെ ആഭ്യന്തര മണ്ണ് തീവ്രവാദികളുടെ കൈകൾക്ക് എത്തിപ്പെടാനാവാത്ത ഒരു സൗഹൃദ കോട്ടയായി രൂപാന്തരപ്പെട്ടു. അവിടെ വിദ്വേഷത്തിന് സ്ഥാനമില്ല, വിജയം സാഹോദര്യത്തിന് മാത്രം.